വിവിധയിടങ്ങളിൽ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് ഇപ്പോഴും ക്ഷേത്രങ്ങളിലേക്കും തന്നെ ആരാധനാലയങ്ങളിലേക്കും ഒക്കെ എത്തുന്നത്. ഇപ്പോൾ തിരൂരിൽ നിന്ന് ജംഷീർ, തന്നെ തിരുവനന്തപുരത്ത് നിന്ന് സനിസ, പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ആര്യ കൂടി ചേരും. ആദ്യം ജംഷീറിലേക്കാണ്. ജംഷീർ, നേരത്തെ നോക്കിയപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണോ? തീർച്ചയായിട്ടും മനീഷ്, തിരക്കിന് യാതൊരു കുറവുമില്ല. ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഏതാണ്ട് 6:45-7 മണിയോടടുത്ത്, പക്ഷേ ഇപ്പോഴും വലിയ ഒരു ജനബാഹുല്യം തന്നെയാണ് തുഞ്ചൻപറമ്പിൽ ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ ഒരു ജനത്തിനെ കാണാം. പലപ്പോഴും നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ എത്ര ആളുകൾ വന്നാലും അവരെ കൃത്യമായി മാനേജ് ചെയ്ത് കുട്ടികൾക്ക് അധ്യക്ഷരം നുകർത്താനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ആളുകൾക്കൊരു മുഷിപ്പില്ലാതെ അവരെ പെട്ടെന്ന് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അവരുടെ കുരുന്നുകൾക്ക് അധ്യക്ഷരം നുകർന്ന് നൽകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇതിന്റെ ഭാരവാഹികൾ, ട്രസ്റ്റ് ഭാരവാഹികൾ, തുഞ്ചൻ ട്രസ്റ്റ് ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിൽക്കുന്നത് സരസ്വതി മണ്ഡപത്തിലാണ്. പ്രധാനമായും 2 മണ്ഡപങ്ങളിൽ, സരസ്വതി മണ്ഡപത്തിലും കൃഷ്ണശിലാ മണ്ഡപത്തിലുമാണ് എഴുത്തിനിരുത്ത് നടക്കുന്നത്. ഈ സരസ്വതി മണ്ഡപത്തിൽ പ്രധാനമായും സാഹിത്യകാരന്മാരാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്ന് നൽകുന്നത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ആ കുഞ്ഞ് അറിവിന്റെ ലോകത്തേക്ക് പിച്ചുവെക്കുന്ന ആദ്യത്തെ നിമിഷമാണ് അത്. ആ ജീവിതത്തിൽ, ഒരുപക്ഷെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷം. ആ നിമിഷം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് നിന്നാകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഏതാണ്ട് 10,000-ത്തിലധികം കുരുന്നുകൾ ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, സംസ്ഥാനത്തു നിന്ന് പുറത്തുനിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു തിരക്ക് ഇപ്പോൾ ഇവിടെ പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. ഇവിടെ പ്രമുഖരായ സാഹിത്യകാരന്മാരെല്ലാവരും തന്നെ ഇവിടെ ഇത്തരത്തിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകാനായി ഇവിടെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ ആലങ്കോട് ലീലാക്ഷി സാർ നമ്മുടെ സർ, വലിയൊരു ജനത്തിലേക്കാണ്. എല്ലാ കൊല്ലവും ഉള്ളതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ, അവരെ പിന്തുടർന്നുകൊണ്ട് 10,000-കണക്കായ രക്ഷാകർത്താക്കൾ. അത് തുഞ്ചൻപറമ്പുണ്ടാക്കിയിരിക്കുന്ന ഒരു ചരിത്രാനുഭവമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് അറിവ് നിഷേധിക്കപ്പെട്ട അനേകം സമൂഹങ്ങൾക്ക് അറിവ് പകർന്നുകൊടുത്ത ഒരു ജനാധിപത്യം സൃഷ്ടിച്ച ആളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹം ഭാഷാപിതാവ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തിരൂരിലെ ഗുരുകുലം ആ കാലത്ത് ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ കുട്ടികളെ എഴുതിച്ചു. അവർണ്ണ കുട്ടികളെയും മുസ്ലിമായ മരക്കാന്റെ കുട്ടിയെയും വരെ എഴുതിച്ചു. അതിന്റെ പേരിൽ സാമൂതിരി രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പിന്നീട് അഴുവാഞ്ചേരി തമ്പ്രാക്കൾ ഇടപെട്ടിട്ടാണ് നാടുകടത്തലാക്കി മാറ്റിയത്. എങ്കിലും ആ സംസ്കാരം കൊണ്ടുണ്ടായ ഗുണം, ഈ അറിവ് സ്വാതന്ത്ര്യമാണ് എന്നൊരു സംസ്കാരം തുഞ്ചൻപറമ്പ് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് മറ്റെവിടെ ഉള്ളതിനേക്കാൾ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ എഴുത്തിനിരുത്താണ് തുഞ്ചൻപറമ്പിൽ നടക്കുന്നത്. മലയാളികൾ അറിവിനെ വളരെ പ്രധാനമായിട്ട് കണക്കാക്കുന്ന ആളുകളാണ്. അറിവിന്റെ തുടക്കം നന്നായിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തെളിവാണ് ഇത്രയേറെ ആളുകൾ ഒരക്ഷര തീർത്ഥാടനം, ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉത്സവം പോലെ ആളുകൾ വരുന്നത് നിങ്ങൾക്ക് ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല. അപ്പൊ ആദ്യാക്ഷരം കുറിക്കുന്നത് അജ്ഞാനത്തിനും അഹന്തയ്ക്കും അറിവില്ലായ്മയ്ക്കും എതിരെയുള്ള ആദ്യത്തെ പോരാട്ടമാണ്. ഇന്ത്യയിൽ ഒരു ദർശനം പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. അറിവാണ് ഈശ്വരൻ. ആ അറിവിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഈ മഹോത്സവത്തെ നമ്മൾ കാണേണ്ടത്. അതെ, അതിന്റെ ഒരു ശൂന്യത ഇപ്പോഴും നമ്മളെ ബാധിക്കുന്നുണ്ട്. കാരണം വാസുവേട്ടൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ എഴുത്തിരുത്തുമായിരുന്നു. 3.5 പതിറ്റാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ഈ തുഞ്ചൻപറമ്പിനെ ഇത്രയും ആധുനികമാക്കി തീർത്തത് MTയുടെ ഭാവനയാണ്. തന്റെ സർവസ്വവും ഒരു കാലത്ത് അദ്ദേഹം തുഞ്ചൻപറമ്പിനാണ് സമർപ്പിച്ചത്. ഞങ്ങൾ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അഭിലാഷം, അദ്ദേഹത്തിന്റെ ഇച്ഛാബലം ഞങ്ങളോടൊപ്പമുണ്ട്. ആ ബലമാണ് ഞങ്ങളെ ഇപ്പോഴും വഴി നയിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തുഞ്ചൻപറമ്പിനെ തുഞ്ചൻപറമ്പ് ആക്കി മാറ്റുന്നതിൽ MT വാസുദേവൻ നായർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും കൺമറഞ്ഞു പോയെങ്കിലും മനസ്സിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിൽ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകാനായി രക്ഷിതാക്കൾ ഇവിടെ
എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനമായും 2 ശിലാമണ്ഡപങ്ങൾ, കൃഷ്ണശിലാമണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമാണ് ഇവിടെ എഴുത്തിനിരുത്ത് നടക്കുന്നത്. 10,000-കണക്കിന് കുരുന്നുകളാണ്. നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ ജാതിമത ഭേദമന്യേ ഉള്ള ആളുകൾക്ക് ഇവിടെ